ഹലോ സർ. ഓ സർ, നമ്മുടെ മസിൽ ബിൽഡിങ്ങിന് ആവശ്യം പ്രോട്ടീൻ ആണല്ലോ. അതെ. ഇപ്പോൾ നമ്മുടെ ഈ ആ, നമ്മുടെ ഈ ചുറ്റുപാട് കാണുന്ന മൃഗങ്ങളൊക്കെ ഇല്ലേ, അതായത് ഈ പോത്ത്, പശു, ഇതിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് മസിൽസും ഉണ്ട്. അപ്പോൾ ഇവർ കൺസ്യൂം ചെയ്യുന്ന പ്രോട്ടീൻ എവിടെ നിന്നാണ്? ഇവർ വക്കോലും പച്ചവെള്ളം, പുല്ല് ഇതൊക്കെയാണല്ലോ കഴിക്കണേ. അപ്പോൾ ഇവരുടെ പ്രോട്ടീൻ സോഴ്സ് എന്തുവാ? ആക്ച്വലി ഇത് വളരെ നല്ലൊരു ക്വസ്റ്റൻ ആണ്. പലരും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചവർക്ക് പലർക്കും ഭയങ്കര കൺഫ്യൂസ്ഡുമാണ്. അതായത് ഇപ്പൊ ഏറ്റവും വലിയ ജീവിയായ ആന അല്ലേ, നമ്മുടെ നാട്ടിലെ ആനകൾ തിന്നുന്നത് വെറും പനയോലയും ഓലയും വെള്ളവും മാത്രം കുടിക്കുന്നത്. എന്നാൽ അവർക്ക് നല്ല മസിലുണ്ട്. നമ്മൾ ഈ പറയുന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും അവർ കഴിക്കുന്നതും ഇല്ല. എന്നാൽ എത്രയോ വലിയ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് ഉണ്ട്. ഇതല്ലേ സംശയം? അതെ. ആക്ച്വലി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. അതായത് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മുടെ മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനേക്കാളും എത്രയോ ഭയങ്കര സ്ട്രോങ് ആണെന്നറിയാമോ? ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കഴിക്കുന്ന വൈക്കോലായിക്കോട്ടെ, പുല്ലായിക്കോട്ടെ, അതിലൊക്കെ പ്രോട്ടീൻ ഉണ്ട്. ഇവരിത് കഴിച്ചു കഴിയുമ്പോൾ ഇവരുടെ ശരീരത്തിൽ മില്യൺസ് ഓഫ് ചെറിയ സൂക്ഷ്മജീവികളുണ്ട്. ഈ സൂക്ഷ്മജീവികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇതിലുള്ള ഫൈബറിനെ വിഘടിപ്പിച്ച് അമിനോ ആസിഡ്സ് ആക്കി മാറ്റും. ഓക്കെ, റൈറ്റ്. ഈ അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണെന്ന് അറിയാലോ. അപ്പൊ ഈ അമിനോ ആസിഡ്സ് ചേർന്നിട്ട് അവരുടെ വയറ്റിൽ തന്നെ അത് പ്രോട്ടീനായി മാറുകയും ഈ പ്രോട്ടീനെ അവര് ഇവരുടെ മസിൽ ബിൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഈ പുല്ലിലുള്ള ഫൈബറിനെ അവരെടുത്തിട്ട് ഡൈജസ്റ്റ് ചെയ്ത് അതിനെ അവര് അമിനോ ആസിഡ്സ് ആക്കി മാറ്റും. ആ അമിനോ ആസിഡ്സ് ചേർന്ന് പ്രോട്ടീനായി അവരത് യൂസ് ചെയ്യും. എന്നാൽ മനുഷ്യനെ പോലുള്ള ജീവികൾക്ക്, ഇപ്പൊ സിംഹമായിരുന്നാലും പുലിയായിരുന്നാലും ഇതിനൊന്നും ഇത്തരത്തിലുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് പ്രോട്ടീൻ വേണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് ഈ പ്രോട്ടീൻ എന്തെങ്കിലും മീറ്റ് ഐറ്റമോ മുട്ടയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡയറക്റ്റ് കഴിക്കേണ്ടി വരും. എന്നാൽ ഇത്തരത്തിലുള്ള ജീവികൾക്ക് അതിന്റെ ആവശ്യമില്ല. അവരുടെ ശരീരത്തിലുള്ള സൂക്ഷ്മ ജീവികൾ തന്നെ ഇവരുടെ ശരീരത്തിനുള്ളിൽ ഈ അമിനോ ആസിഡ്സ് ഉണ്ടാക്കി പ്രോട്ടീൻ ഉണ്ടാക്കി കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് ഒരിക്കലും ഇത്തരത്തിൽ ഈ വൈക്കോലിനെയോ പുല്ലിനെയോ വിഘടിപ്പിക്കാനുള്ള കഴിവില്ല. അത് അവരുടെ സ്ട്രോങ് ആയിട്ട്. ഇപ്പൊ പശുവിനെ സംബന്ധിച്ച് 4 അറകളാണ് അവർക്ക് ആമാശയത്തിലുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇനി ഇവയെ കാണുമ്പോൾ ആലോചിക്കുക, ഇവർ പ്രോട്ടീൻ ഒന്നും ഇല്ലാതെ അല്ല ഇങ്ങനെ മസിലായത്. നല്ല ആവശ്യത്തിന് പ്രോട്ടീൻ അവരുടെ ശരീരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ.